സംസ്കൃത പഠനത്തിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത് 1 മുതൽ 30 വരെയാണ് പഠിച്ചത്. 31 മുതൽ 60 വരെയുള്ള സംസ്കൃതത്തിലെ സംഖ്യകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സംഖ്യകൾ എല്ലായിടത്തും നമുക്ക് ഉപയോഗപ്രദമുള്ള കാര്യമാണ്. അപ്പോൾ സംസ്കൃതത്തിലെ സംഖ്യകൾ നല്ല രീതിയിൽ അറിഞ്ഞു വയ്ക്കുക. സംസ്കൃത പഠനത്തിന് ഏറ്റവും നല്ല ഉപയോഗമുള്ള കാര്യമാണ് സംസ്കൃതത്തിലെ സംഖ്യകൾ. ആദ്യത്തെ കോളത്തിൽ ദേവനാഗരി ലിപിയിലെ അക്കങ്ങളാണ് സംസ്കൃതത്തിലെ അക്കങ്ങൾ. 31 31 31 32 32 32 33 33 33 34 34 34 35 35 35 36 36 36 37 37 37 38 38 38 39 39 39 40 40 40. എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പമുള്ള രീതി ആ രീതിക്ക് പഠിക്കണം. ഇപ്പോൾ സാൻസ്ക്രിറ്റിലെ ഉച്ചാരണവും അതുകൂടാതെ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മലയാളത്തിലും ചേർത്ത് വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പമാകുന്നത്. സംഖ്യാശബ്ദങ്ങൾ ഏകദേശം ഒരേ പാറ്റേൺ രീതിയിൽ തന്നെയാണ് വരുന്നത്. 31 32 33 34 35 അങ്ങനെ കോമൺ ആയിട്ട് 30 അതിൽ 30 എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 31 32 33 പഠിക്കുന്ന പോലെ തന്നെ 31 32 33 എന്ന് പറയുന്ന പോലെ തന്നെയാണ് സംസ്കൃതത്തിലും 31 32 ഒരു പാറ്റേൺ സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് നോക്കാം. 41 41 41 42 42 42 43 43 43 44 44 44 45 45 45 46 46 46 47 47 47 48 48 48 49 49 49 50 50 50. 50 വരെയുള്ള സംസ്കൃതത്തിലെ അക്കങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നമുക്ക് മൈൻഡിൽ നിൽക്കും. 41 41 അല്ലെങ്കിൽ 41 41 എന്ന രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സംസ്കൃതത്തിലെ അക്കങ്ങൾ ഓർമ്മ വരും. അടുത്തത് നോക്കാം. 50 കഴിഞ്ഞു 50. പിന്നെ 51 51 51 52 52 52 53 53 53 54 54 54 55 55 55 56 56 56 57 57 57 58 58 58 59 59 59 60 60 60. സംസ്കൃതത്തിലെ 60 വരെയുള്ള അക്കങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പഠിച്ചത് തന്നെ. എന്നാലേ ഒന്നുകൂടെ ആ അക്കങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ.
അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബാക്കിയുള്ള അക്കങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സംസ്കൃതം പഠിക്കാൻ താൽപ്പര്യമുള്ളവരിലേക്ക് എത്തിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.